നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മളെല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അളവിൽ വേണത്. ഇപ്പോൾ ഒരു ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഒരു ഫുൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതുപോലെ ചോറൊക്കെ ആണെങ്കിൽ ഒരു 3-4 തവി ചോറിട്ട് അതിൻ്റെ കൂടെ എല്ലാ പച്ചക്കറികളും എല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടുള്ളൂ. അത് തന്നെയാണ് എല്ലാവരെയും ഒരു വെയിറ്റ് ഗെയിനിന് കാരണമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പായസം കുടിക്കണം. അത് നമ്മൾ പണ്ട് മുതലേ ഒരു ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമാണ്. നമ്മളൊരു ഫംഗ്ഷനുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പായസം കിട്ടും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കുടിക്കുകയും ചെയ്യും. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഒരു ഫുൾനെസ് ഒരു ഫീൽ ആവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് പലർക്കും എന്താവുന്നത്, വെയിറ്റ് കൂടുന്നതും. അതുപോലെ തന്നെ പലരും ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കണം, എന്നാലേ അവർക്ക് ആ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ഊണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാകുന്നൊരു കാര്യം ഓവർ വെയ്റ്റ്, അതുപോലെ തന്നെ കുടവയറ്, ഇത്തരം പ്രശ്നങ്ങളാണ് ആളുകൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ നമ്മൾ ഭക്ഷണത്തിന് മുൻപായിട്ട് ചില ഐറ്റംസുകൾ കഴിച്ചാൽ നമുക്ക് ഈ ഓവർ വിശപ്പും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡ്, ഇപ്പോൾ ഒരു ബിരിയാണി ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിരിയാണി കംപ്ലീറ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹാഫേ ഓർഡർ ചെയ്യുള്ളൂ. ഒരു തവണ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഹാഫേ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഒന്നാമത് ഞാനിത് പറയുന്നത് വെയിറ്റ് കൂടിയ ആളുകൾക്കാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും എന്നാൽ ശരീരത്തിനൊട്ടും തന്നെ പിടിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം അതും വലിയൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഉള്ള ആളുകൾ കരുതുന്നത് അവർക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല, കൊളസ്ട്രോൾ ഒന്നും കൂടില്ല എന്നാണ്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അവരുടെ ബോഡിയിൽ നല്ല രീതിയിൽ തന്നെ കൊഴുപ്പുണ്ടാവാം, അവർക്ക് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലായിട്ട് നിൽക്കാം, കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കാം, അവർക്ക് ഷുഗറും വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത്തരം വ്യക്തികളും സേഫ് അല്ല. മറ്റാളുകൾക്ക് അത് ബോഡിയിൽ കാണിക്കുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത്ര ആളുകൾ അവരുടെ ഭക്ഷണത്തിന്, അതായത് മെയിൻ കോഴ്സിന് മുൻപായിട്ട് എടുക്കേണ്ട കുറച്ച് ഐറ്റംസ്. ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1-2 തവി നമുക്ക് ചോറ് കഴിക്കാം. ചെറിയ തവിയാണെങ്കിൽ 1-2 തവി നമുക്ക് കഴിക്കാം. ഇല്ല കുറച്ച് വലിയ തവിയാണെങ്കിൽ ഒരു തവി എടുത്താൽ മതി. ഇങ്ങനെ 1-2 തവി നിങ്ങൾ കഴിക്കുന്നത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാലും പലർക്കും വിശപ്പ് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കും വിശപ്പ് വരും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂപ്പ് എന്ന് പറയുന്നത്. സൂപ്പ് നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ പലരും ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അവരവരുടെ ഒരു മെയിൻ മീലിന് മുൻപായിട്ടൊരു സൂപ്പ് ഓർഡർ ചെയ്യും. ആ ഒരു സൂപ്പ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വയർ ഫില്ലാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സൂപ്പ് എടുക്കുന്ന സമയത്ത് അധികം ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സൂപ്പുകൾ എടുക്കാതിരിക്കാം. ഒരു ക്ലിയർ സൂപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ വെജീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റുള്ള സൂപ്പ് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല. അതിനകത്ത് ക്ലിയർ സൂപ്പ് ആവുന്ന സമയത്ത് അതിനകത്ത് എണ്ണയും കാര്യങ്ങളൊന്നും കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. ഇതെപ്പോഴും ഞാനൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വീട്ടിലും ട്രൈ ചെയ്യാം. നിങ്ങളൊരു ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ചോറ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ക്ലിയർ സൂപ്പ് എടുക്കാവുന്നതാണ്. അപ്പം അതിനകത്ത് എണ്ണ, അതുപോലെ ക്രീമുകൾ, കാര്യങ്ങളൊന്നും കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാ വെജീസും ഒന്ന് വേവിച്ചിട്ട് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ആ വെജീസ് എന്ന് പറയുന്നത് അത്രയും ഹെൽത്തി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അത് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് ബ്രൊക്കോളിയും ക്യാരറ്റും എല്ലാം തന്നെ ഉൾപ്പെടുത്തുക, ക്യാപ്സിക്കം എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ പ്ലെയിൻ വാട്ടർ, വെള്ളം കുടിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ സൂപ്പൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് വാല്യൂ കൂടും. അത് 0 കലോറിയാണ്, വെള്ളത്തിൽ 0 കലോറിയാണ്, അതുകൊണ്ട് അത് സേഫാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടാനില്ല. പക്ഷേ നിങ്ങളൊരു സൂപ്പാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫൈബേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അത് കുറച്ചും കൂടി ഹെൽത്തി ഒരു രൂപമാണ്. അതൊന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ചുമ്മാ കട്ട് ചെയ്തിരിക്കുന്ന സാലഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന സാലഡ്സ് കഴിക്കുന്നതും നല്ലതാണ്. ഇല്ലെങ്കിൽ ഗ്രീൻ ടീ ഈ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പോളിഫിനോൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഫുൾനെസ് വയറിന് തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് ബേണിനെ ഹെൽപ്പ് ചെയ്യും. ഇതും നമുക്ക് മെയിൻ കോഴ്സിൻ്റെ ഒരു 15-20 മിനിറ്റ് മുമ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. അപ്പം പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കഴിക്കാം, ചെറുപയർ മുളപ്പിച്ചിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പം വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് ചിക്കനൊക്കെ
കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം. നല്ലൊരു ഓപ്ഷനാണത്. അപ്പോൾ അത് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ മെയിൻ കോഴ്സ് വേണ്ട, ചോറൊന്നും നമുക്ക് കൂടുതൽ വേണ്ട. പിന്നെ കൂടുതൽ ഇപ്പോൾ ചിക്കൻ പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫൈബേഴ്സും കൂടി ഉൾപ്പെടുത്തണം. ചിക്കനകത്ത് നമുക്ക് ഫൈബേഴ്സ് കൂടുതൽ വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പച്ചക്കറികൾ കൂടുതലായിട്ട്, അപ്പോൾ ലെറ്റ്യൂസോ അല്ലെങ്കിൽ ക്യാപ്സിക്കമോ ഏതാണെങ്കിലും ഉള്ളിയോ എന്ത് ഐറ്റംസ് ആണോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അതെല്ലാം തന്നെ കഴിക്കാം. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം തന്നെ മാക്സിമം ഈ പ്രോട്ടീൻസിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത്തരം ഐറ്റംസുകൾ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓവർ ഈറ്റിംഗ് കുറച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ലോസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ പോകുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോകേണ്ട അവസരങ്ങളിൽ ഇത്തരം ഐറ്റംസുകൾ, ഇപ്പോൾ നമുക്ക് അവിടെയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഓപ്ഷൻസ്, മീറ്റ് ഓപ്ഷൻസ് ഒക്കെ കിട്ടും. അതുപോലെ ഈ സൂപ്പ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുക. ഇപ്പോൾ സാലഡ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ മെനു കാർഡിൽ കാണും അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് 1 മാസത്തിലൊക്കെ തന്നെ നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 നേരം അല്ലെങ്കിൽ 4 നേരമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിച്ചാൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ആഗ്രഹമുണ്ട്, വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.